വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയർ. ഓക്കെ, നിങ്ങളുടെ USS പരീക്ഷ ഇങ്ങ് അടുത്തെത്താനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ USS പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് മോഡലുകളാണ് കേട്ടല്ലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എന്ത് ചെയ്തോളാം കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ സമയം കളയാതെ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? സെറ്റല്ലേ? യെസ്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ചോദ്യത്തിന്റെ ബേസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ. അതായത് ഞാൻ ആ ചോദ്യം ഒന്ന് പറയാം. അതായത് ഈ ഒരു മോഡൽ നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു മോഡൽ ചെയ്താലേ നമുക്ക് ആ ഒരു നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മോഡലിലേക്ക് എത്താൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച്, എന്താ ക്വസ്റ്റ്യൻ? എന്താ 2⁵ അല്ലെ? 2⁵ ഇൻറ്റു 2⁴. സിമ്പിൾ ആണ്. 2 5 ഗുണനം 2 4. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക മക്കളെ? നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇവിടെ വരുന്ന നമ്പർ സെയിം ബേസ് ആയിട്ട് വരുന്ന നമ്പർ ആണ്. നടുക്ക് ഗുണിക്കാനോ ആണ് അല്ലെങ്കിൽ ഇൻറ്റു ആണ് വരുന്നത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ആ സെയിം ആയ നമ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? അത് എഴുതാവൂ. സെയിമേ വരാൻ ചാൻസ് ഉള്ളൂ. കാര്യം സെയിം അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ കഴിയൂല. ഇതൊരു റൂൾ ഉണ്ട്. ഇതിന്റെ റൂൾ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യാം പറയാം. ഓക്കെ, സെയിം ആയ നമ്പർ 2 ആണെങ്കിൽ 2 എഴുതുന്നു. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ മുകളിലുള്ള 5 കണ്ടോ നിങ്ങൾ? അതായത് പവർ ആയിട്ട് കൃതിയായിട്ട് വരുന്ന നമ്പേഴ്സ് ഇപ്പുറത്ത് 4 ഉണ്ട് അല്ലേ? ആ മുകളിലുള്ള നമ്പേഴ്സ് അങ്ങനെ മുകളിൽ വെച്ച് അങ്ങോട്ട് കൂട്ടിക്കൂടാ. സെയിം ആണെങ്കിൽ ആ സെയിം ആയ നമ്പർ എഴുതുന്നു. ശേഷം മുകളിലുള്ള നമ്പർ അങ്ങോട്ട് കൂട്ടുന്നു. 5 കൂട്ടണം 4, 5ഉം 4ഉം മുകളിൽ വെച്ച് അങ്ങോട്ട് കൂട്ടിക്കൂടാ. നമ്മുടെ ഉത്തരം 2⁹ 9, 2 സെറ്റ്. ഇത്ര പണിയുള്ളൂ കേട്ടോ. എന്താ ചെയ്തത് മനസ്സിലായല്ലോ? സെയിമായ സാധനം എഴുതുന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ ഗുണിക്കാനാണെങ്കിലാണ് നമ്മൾ അങ്ങനെ ചെയ്യാം. ഇതിന്റെ റൂൾ എന്താന്ന് ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. എന്താ റൂള്? സിമ്പിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതിത്തരാം. ഇതിന്റെ റൂൾ എന്താന്ന് ചോദിച്ചാൽ A⁻m അല്ലേ ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ എന്താണ് പറ? ആ എ ആയ നമ്പർ എഴുതിയിട്ട് മുകളിലുള്ള എമ്മും എന്നും കൂട്ടുക. ഇത് ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ റൂള് തന്നെ ഉണ്ട്. ജസ്റ്റ് എഴുതി വെച്ചോ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കിയാലോ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തരുന്നു. ഇതാ ക്വസ്റ്റ്യൻ. നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്ക്. എങ്ങനെയാ ചെയ്യാ? സിമ്പിൾ ആണ്. ഞാൻ ചോദ്യം തരാം. 5⁴ ഇൻറ്റു 5⁻11 ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ സെയിമായ താഴെയുള്ള നമ്പർ എഴുതുന്നു. ഈ ഗുണിക്കാനാണോ എന്ന് നോക്കണേ, അത് മറക്കല്ലോ. ഓക്കെ, അപ്പൊ 4 നമ്പറും 11 നമ്പറും തമ്മിൽ കൂട്ടുന്നു. 4 കൂട്ടണം 11. നമുക്ക് കിട്ടിയ ഉത്തരം 5⁻15. നമ്മുടെ ഉത്തരം സെറ്റ്. സിമ്പിൾ. ഇത്ര പണികൾ ചെയ്യാന് റെഡി അല്ലേ? അപ്പൊ ഈ ബേസിക് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് വേഗം പോയാലോ? റെഡി അല്ലേ? യെസ്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ മോഡൽ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ മോഡൽ ക്വസ്റ്റ്യൻ ആണിതാ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ. എന്താ അത്? ഇത്രയും വലിയൊരു നമ്പർ എല്ലാം കൂട്ടാൻ പറഞ്ഞ നേരായ വഴി എന്താന്ന് ചോദിച്ചാൽ 5⁻10, 5⁻10, 5⁻10, 5⁻10, 5⁻10. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാം? 5 10 എണ്ണം അല്ലേ? 5 10 എണ്ണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് കൂട്ടുക. അതൊക്കെ നമുക്ക് പോസിബിൾ ആണോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ നമ്മൾ വിടോ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഈ ചോദ്യത്തില് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സിമ്പിൾ ആണ് മക്കളെ. ഇവിടെ എല്ലാ നമ്പറും സെയിം ആയിട്ടായിരിക്കും വരിക. സെയിം ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നോക്ക്, ഇവിടെ 5⁻10 കണ്ടോ? ആ നമ്പർ തന്നെയല്ലേ എല്ലായിടത്തും വരിക. അങ്ങനെ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. കാര്യം ഇതും നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ നിങ്ങളുടെ USS എക്സാമിനും തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം സെയിം നമ്പർ ആണ് വരുന്നത്. കണ്ടോ? സെയിം 5⁻10 ആണ് വരുന്നത്. ആ സെയിം നമ്പർ എന്ത് ചെയ്തോളാം? നമ്മുടെ ഉത്തരത്തിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് എടുത്ത് എഴുതിക്കോളാം. 5⁻10. റെഡി ആണല്ലോ? ആ സെയിമായ നമ്പർ എടുത്ത് എഴുതുന്നു. കഴിഞ്ഞോ രാമ? ഇല്ലടാ, ഒന്നും കൂടെ ഉണ്ട് ബാക്കി. എന്താ ചെയ്യണ്ടേ? ഈ എണ്ണ എടുത്ത് എഴുതുക അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചിഹ്നം ഗുണിക്കാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തിരുന്നത് അല്ലെ? ആ 5ആയ നമ്പർ എഴുതുന്നു, മുകളിലുള്ളത് കൂട്ടുന്നു അല്ലെ? ആഡ് ചെയ്യുന്നു. അതാ നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചത്. പക്ഷെ ഇവിടെ ഗുണിക്കാനല്ല, പകരം പ്ലസ് ആണ്.
പ്ലസ് ആകുന്ന സമയത്താണ് ഇവിടെ എന്ത് വരിക? സെയിം ആയ നമ്പർ എല്ലാം വരിക. മുകളിലും താഴെയൊക്കെ സെയിം ആയിരിക്കും. കണ്ടോ 5/10 വന്നത് കണ്ടോ നിങ്ങള്? ആ 5/10 ആണ് ഉത്തരം എന്ന് വിചാരിക്കരുത്. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമ്പിളാ മക്കളെ. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇതിന്റെ എണ്ണ എടുക്കുക. എത്ര എണ്ണ ഉണ്ട് നോക്ക്. ഇവിടെ ഒരു 5/10 ഉണ്ട് അല്ലെ, 2 അല്ലെ, 3, നാലാമത്തെ ഇവിടെ ഉണ്ട്, 5ാമത്തത് പിടിയുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര 5/10 ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ആ 5 കൊണ്ട് എന്ത് ചെയ്തോളാ? ഗുണിച്ചോളാം. എണ്ണം കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചോളാം അല്ലെ. സെയിം സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ എണ്ണം കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചോളാം. കഴിഞ്ഞോ? ഇല്ല. ഇതൊന്നും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഓപ്ഷൻ ആയിട്ട് വരൂല. അത് തപ്പി നിന്നിട്ട് കാര്യമില്ല, അതിലുണ്ടാവില്ല അത്. പിന്നെ ഏതായിരിക്കും ഉണ്ടാവുക? നമ്മൾ ഒരു 5 ഇങ്ങനെ എഴുതിയാൽ ശരിക്കും മുകളിൽ ആരുണ്ടാവും? ഒരു 1 ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ അത്. ഇത് ഏത് മോഡലാ? കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു ബേസിക് പഠിക്കണമെന്ന്. ആ ബേസിക് ആണ് മക്കളെ ഇത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനിയൊന്നുമില്ല. നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാ? സെയിമായ നമ്പർ നടുക്ക് ഗുണിക്കാനാണ് അല്ലെ. സെയിമായ നമ്പർ നടുക്ക് ഗുണിക്കാനാണെങ്കിൽ ആ സെയിമായ നമ്പർ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നടുക്ക് ഗുണിക്കാനാവുമ്പോ മുകളിലുള്ളത് അവിടെ വെച്ച് തന്നെ കൂട്ടിക്കൂടാ. 10 കൂട്ടണോ 1, 10 കൂട്ടണോ 1 അല്ലെ. അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടുന്നു 5/10 ഒന്നും കൂട്ടിയ 11. സെറ്റ്. ഇത്ര പണിയുള്ളൂ ചെയ്യാൻ. റെഡിയല്ലേ? അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്താലോ? റെഡിയല്ലേ? ഇതാണ് ആ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ, സിമ്പിൾ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ എന്താ ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നടുക്കെല്ലാം പ്ലസ് ആണ്. പക്ഷേ ഇൻഡു ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇൻഡു ഗുണിക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ സെയിമായ 2 എഴുതിയിട്ട് മുകളിലുള്ളത് കൂട്ടും അല്ലെ. ഇൻഡു ആണെങ്കിൽ എവിടെ? നടുക്ക് ഇൻഡു ആണെങ്കിൽ ആ സെയിം എഴുതുന്നു, മുകളിലുള്ളത് കൂട്ടുന്നു. പക്ഷെ ഇൻഡു അല്ലല്ലോ. ഇൻഡു അല്ല, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം സെയിം നമ്പറാണ് വരുന്നത്. കണ്ടോ? എല്ലാം 2/40, എല്ലാം 2/40. അപ്പൊ സെയിമായ നമ്പർ ഞാൻ എഴുതാൻ പോണ് 2/40 അല്ലെങ്കിൽ 2/40. ഉത്തരായോ മക്കളെ? ഇല്ല. എണ്ണ എടുക്കണം, മറക്കരുത്. മറന്നാ പ്രശ്നമൊന്നുമില്ല, ഉത്തരം അങ്ങോട്ട് തെറ്റും. അത്രേ ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ നോക്കിക്കോ, എത്ര എണ്ണ ഉണ്ട്? 1, 2, 3, നമുക്ക് 4. ആ 4 എണ്ണം ഉണ്ടെങ്കിൽ ആ 4 എണ്ണത്തിനും കൊണ്ട് എന്ത് ചെയ്തോളാ? ഗുണിച്ചോളാ. ഇത് ഓപ്ഷനിൽ തപ്പിയാ കിട്ടൂല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനൊന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം. എങ്ങനെ മോഡിഫൈ ചെയ്യുന്നത് നോക്കട്ടോ. ഈ 4ന് പകരം നമുക്ക് എന്ത് ചെയ്താന്നറിയോ? ഈ 4ന് പകരം നിങ്ങൾക്ക് 2ന്റെ സ്ക്വയർ എഴുതിക്കൂടെ? 2 പോലെ തന്നെ എഴുതിക്കൂടെ? യെസ്, 2 പോലെ എഴുതാം. 2 സ്ക്വയർ എഴുതാം അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇയാളെ യാതൊരു മാറ്റവും ഞാൻ വരുത്തുന്നില്ല. 2/40 തന്നെയാണ്. ആര്? ഈ മുകളിലുള്ള നമ്പർ അതേപോലെ എഴുതാ. ഇൻറ്റു ഈ 4ന് പകരം ഞാൻ പറഞ്ഞു 2ന്റെ സ്ക്വയർ. ഇതെവിടെ ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്? ഇതല്ലേ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചേ. എന്താണ് ആദ്യം പഠിച്ചേ? സിമ്പിൾ ആണ്. എന്താ ചെയ്യാ? കണ്ടോ ഞാൻ ചെയ്യുന്നത്? സെയിം ബേസ്, സെയിം 2 ആണ്. ഇവിടെയും സെയിം, ഇവിടെയും സെയിം. നടുക്ക് ഇൻഡു ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യാ? ആ 2ആയ നമ്പർ എഴുതുന്നു. ശേഷം കണ്ടോ, നടുക്ക് ഗുണിക്കാനാണെങ്കിൽ സെയിമായ 2 നമ്പർ എഴുതുന്നു. മുകളിലുള്ള 40 കൂട്ടണം 2, 40ഉം 2ഉം കൂട്ടുന്നു. 40 കൂട്ടണം 2, 42 കൂട്ടിയത്രോ? 42. നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ് മക്കളെ. 2/42. റെഡിയാണോ? സിമ്പിൾ. ഇത്ര പണിയുള്ളൂ. അപ്പൊ ഈ ഒരു മോഡൽ ഇനി എങ്ങനെ വന്നാലും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ലൈക്കുകളും ഇവിടെ തന്നെ ഇടണം. ഓക്കെ, ലൈക്ക് ഇടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് കൂടെ ഇടുക കേട്ടല്ലോ. ഓക്കെ, ഇറ്റ്സ് മീ യുവർ BJR. നിങ്ങൾക്ക് എന്ത് ചെയ്തോളാ? ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് കൂടെ ഞാൻ തരുന്നുണ്ട്. ഇതാണ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ സെറ്റ് ആക്കിക്കോളുക. റെഡി ആണല്ലോ? അപ്പൊ 2/40 + 2/40 ആണ് നമ്മുടെ ചോദ്യം. നിർബന്ധമായിട്ട് എന്ത് ചെയ്തോളാ? ആൻസർ കമന്റ് ബോക്സിൽ ഇടാ. നേരത്തെ പറഞ്ഞ മറക്കണ്ട, ലൈക്ക് ഇടുക. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഈ കമന്റ് ബോക്സിൽ സെറ്റ് ആക്കുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും. അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം BJR മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.